മണ്ഡല പുനർനിർണയത്തിൽ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റേത് സാധാരണ ഭരണ പരിഷ്കാരമായി കാണാൻ കഴിയില്ല. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും ഇത് ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയ നടപടികൾക്കെതിരെ തമിഴ്നാട്ടിൽ നാളെ സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം നടത്താൻ എം.കെ. സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. ബി.ജെ.പി കളിക്കുന്നത് തീക്കളിയാണെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போகிற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். கருப்பு சட்டத்தை எதிர்த்து நம்ம எதிர்ப்பின் அடையாளமாக கருப்பு கொடியை ஏற்றுவோம். இந்தியாவை இருண்ட காலத்திற்கு அழைச்சிட்டு போகிற எதேச்சதிகார பாஜக அரசுக்கு எதிராக கருப்பு கொடி ஏற்றுவோம். இது தமிழ்நாட்டுக்கும் டெல்லிக்குமான தேர்தல் என நான் சொன்னதை பாஜக தொடர்ந்து நிரூபிக்குது. நான் சொன்னதோட உண்மையான அர்த்தத்தை பாஜகவே ഉണർത്തിടുച്ചു. സൈഫ് സൈനാൽദ്ദീൻ ചേരുന്നുണ്ട്. സൈഫോ, ഇത്തരത്തിലൊരു ഭേദഗതി നിയമം കൊണ്ടുവന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നത് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളവും ഒന്ന് തമിഴ്നാടുമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏത് രീതിയിൽ? വലിയ പ്രതിഷേധം രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് വിനീഷ്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് മുഖ്യമന്ത്രിമാരും ഒരേ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ ആധിപത്യം ലോക്സഭാ സീറ്റുകളാക്കി മാറ്റി അത് അധികാരം കൂടുതൽ കാലം നിലനിർത്താൻ വേണ്ടിയുള്ള കുതന്ത്രമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഈ സംസ്ഥാനങ്ങൾ കാണുന്നത്. കേരളം ഉണ്ടായത് മുതൽ ഈ സമയം വരെ കേരളം പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും എല്ലാം ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ജനസംഖ്യ നിയന്ത്രിച്ചാൽ നഷ്ടം, ജനസംഖ്യ നിയന്ത്രിക്കാതിരുന്ന ലാഭം എന്ന പ്രതീതി രാജ്യത്തുടനീളം ഉണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സ്ത്രീ സംവരണം നടപ്പാക്കുന്നതിനെതിരല്ല, പക്ഷേ അതിന്റെ പേരിൽ രാജ്യത്തെ നീതിയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇതാണ് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയിൽ തന്നെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എം.കെ. സ്റ്റാലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധം ആദ്യമുയർത്തിയ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയാണ് എം.കെ. സ്റ്റാലിൻ. അദ്ദേഹം പറയുന്നത് നാളെ എല്ലാ വീടുകളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം കരിങ്കൊടി പ്രതിഷേധം നടത്തണം. തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നേട്ടവും തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടവും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് അവർ പിന്മാറിയില്ലെങ്കിൽ അത് തീക്കളിയാണ് എന്ന മുന്നറിയിപ്പ് തമിഴ്നാട് നൽകുന്നുണ്ട്. അങ്ങനെ കേരളവും തമിഴ്നാടും ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. അതിനൊപ്പമാണ് ഇന്ത്യ സഖ്യം കൂടി രംഗത്ത് വരുന്നത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ വിഷയം ചർച്ചയാക്കി മാറ്റാനാണ് DMK അടക്കമുള്ള പാർട്ടികളുടെ തീരുമാനം. വിനിഷ, ശരി. മണ്ഡല പുനർനിർണയത്തിനുള്ള നീക്കത്തിൽ കടുത്ത എതിർപ്പറിയിക്കുകയാണ് കേരളവും തമിഴ്നാടും.